فيه القراء ويقل فيه الفقهاء وتقبض العلم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിലൊരു കാലഘട്ടം വരും, അന്ന് തഖ്ദുറു ഫീൽ ഖുറാഉ, ഖുർആനിൻ്റെ ആളുകൾ ഹാഫിലീങ്ങളും ഖുർആൻ ഓതുന്നവരൊക്കെ അധികരിക്കും. പക്ഷേ വയക്കില്ലുൽ ഫുഖഹാഉ, വിവരമുള്ള ആലിമ്യങ്ങൾ കുറഞ്ഞു പോകും. അങ്ങനെ യുക്ബദുൽ ഇൽമു, ഇൽമിനെ പിടിക്കപ്പെടും. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഈ ഹദീസിലൂടെ ഇത് വിശ്വാസം നടത്തുന്നത്. ഇന്ന് ആ കാലമായോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഹാഫിലീങ്ങൾ കൂടും, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ ധാരാളം ഉണ്ടാകും, പക്ഷെ അറിവുള്ള ആളുകൾ കുറഞ്ഞു പോകുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ഒരു അപകടമാണ്. ഇൽമു പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെ ചോദിക്കപ്പെടുന്നത് വിവരം കുറഞ്ഞ ആളുകളോട് നിയമങ്ങൾ മസലകൾ ചോദിക്കും. അപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, പറഞ്ഞു കൃത്യമായി പറയാൻ അറിയില്ല. അങ്ങനെ അവരും പിഴയ്ക്കും, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. മക്കളെ ഹാഫിളാക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഖുർആൻ പഠിച്ചാൽ ധാരാളം പുണ്യമുണ്ട്. ഇന്നത് ട്രെൻഡാണ്. ഹിഫ്ദിൻ്റെ സ്ഥാപനങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. ദർസുകൾ അസ്തമിച്ചുകൊണ്ടിരിക്കുക. ഇൽമു പഠിക്കാൻ ആളുകളില്ല, ഖുർആൻ പഠിക്കാൻ ആൾ കൂടുകയും ചെയ്യുക. ഖുർആൻ പഠിക്കുക എന്നുള്ള പുണ്യകരമാണ്, പക്ഷെ ഖുർആൻ നിലനിർത്താനും കൂടി കഴിയണം. പഠിച്ച ഖുർആൻ മറന്നു പോകുക എന്നുള്ള വലിയ തെറ്റാണ്. രണ്ട് ഹദീസുകളിൽ, ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, വലുതത്താലിയ ദുനൂബ് ഉമ്മത്തി, എൻ്റെ സമുദായത്തിൻ്റെ പാപങ്ങൾ എൻ്റെ മുന്നിൽ കാണിക്കപ്പെട്ടു. റസൂലുള്ളാഹി പറയാണ്, എന്നെ അള്ളാഹു കാണിച്ചു എൻ്റെ ഉമ്മത്തി ചെയ്യുന്ന പാപങ്ങൾ. ഞാൻ അതിനകത്ത് കണ്ട വലിയൊരു പാപം, ഫലമ്മ റഫീഹാ തമ്പൻ, ഞാൻ അതിനകത്ത് കണ്ട വലിയൊരു പാപം എന്നുള്ളത് റജുലുൻ ഊത്തിയൽ ഖുർആൻ, ഒരു മനുഷ്യൻ അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ഖുർആൻ അവന് പഠിക്കാനുള്ള അവസരം കൊടുത്തിട്ട് സുമ്മ ഗഫല അൻഹ, ആ ഖുർആനെ അവൻ അശ്രദ്ധമായി, ഖുർആനെ തൊട്ട് അശ്രദ്ധമാവുകയും അങ്ങനെ ആ ഖുർആൻ മറന്നുപോവുകയും ചെയ്യും. പഠിച്ച ഖുർആൻ മറന്നു പോവുക എന്നുള്ളതാണ് എന്നെ കാണിക്കപ്പെട്ട തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, ഒരാൾ ഖുർആൻ പഠിച്ചിട്ട് മറന്നുപോയാൽ അവൻ്റെ ചെവി ഈയ മുരുക്കി ഒഴിക്കപ്പെടുന്നുമുണ്ട്. അവൻ്റെ അശ്രദ്ധ കൊണ്ട് ഒരാൾ പഠിച്ച ഖുർആൻ മറന്നു പോകാതെ, ഓരോ സൂറത്താണെങ്കിലും ഖുർആൻ മുഴുവനാണെങ്കിലും അത് കുറ്റകരമായ പാപകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ മറന്നുപോയാൽ തന്നെ ഞാൻ മറന്നു എന്ന് പറയരുത്. ഉൻസീത്തു, എന്നെ മറപ്പിക്കപ്പെട്ടു എന്നാണ് പറയേണ്ടത്. ശൈത്താൻ എന്നെ മറപ്പിച്ചു കളഞ്ഞു, ഞാനായിട്ട് മറന്നതല്ല. ആ പ്രയോഗം പോലും പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്നത് നല്ലതാണ്, ഖുർആൻ ക്ലാസ്സുകൾ നല്ലതാണ്. പക്ഷേ കേവലം ഖുർആനിൽ മാത്രം ഒതുങ്ങരുത്. അതിൻ്റെ കൂടെ ഇൽമു കൂടി പഠിക്കണം. ഫിഖ്ഹ്, ഇൽമ്, അത് നമ്മൾ കൂടുതലായി പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മസാലകൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. എങ്ങനെ നിസ്കരിക്കണം എന്നറിയില്ല, നോമ്പ് പിടിക്കണം എങ്ങനെയാണെന്നറിയില്ല, ജനാബത്തുണ്ടായി കുളിക്കണം എങ്ങനെയാണെന്നറിയില്ല. ഇതൊന്നും അറിയാതെ ഇങ്ങനെ ഖുർആൻ മാത്രം കുറേ മനഃപ്പാഠമാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് മക്കളെ ഹാഫിളാക്കുന്ന ആളുകൾ അവരെ ആലിമ്യങ്ങൾ കൂടി ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഹിഫ്ദ് പഠിച്ചു, 10 ക്ലാസ് വരെ പഠിച്ചു, പിന്നെ അവർ എഞ്ചിനീയറോ ഡോക്ടറോ ഏതെങ്കിലുമൊക്കെ മേഖലയിലേക്ക് പോവുകയാണ്. ആ ഖുർആൻ പിന്നെ അവർക്ക് ഓതാനുള്ള അവസരം ലഭിക്കുന്നില്ല. അത് ഗുരുതരമായൊരു പിഴവാണെന്നും അന്ത്യനാളിൻ്റെ ഒരു അടയാളമാണെന്നുമാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിലീങ്ങളും ആലിമ്യങ്ങളും ആക്കി തീർക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത